ബംഗളൂരുവിൽ ATM-ൽ നിറയ്ക്കാൻ കൊണ്ടുവന്ന പണം കവർന്ന കേസിൽ മലയാളി ഉൾപ്പെടെ 7 പേർ പിടിയിൽ. കവർച്ച നടത്തിയ 7.11 കോടി രൂപയിൽ 6.26 കോടി രൂപ പോലീസ് കണ്ടെത്തി. കേസിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. കവർച്ചാ സംഘത്തിലുണ്ടായിരുന്ന രാജേഷാണ് ഇന്ന് ബംഗളൂരുവിൽ പിടിയിലായത്. സംഘത്തിലെ നവീൻ, നെൽസൺ, രവി എന്നിവരെ ഇന്നലെ ഹൈദരാബാദിലെ ലോഡ്ജിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് 53 ലക്ഷം രൂപയും കണ്ടെത്തി. കവർച്ചയുടെ സൂത്രധാരനും പോലീസ് കോൺസ്റ്റബിളുമായ അന്നപ്പ നായക്ക്, പണം നിറയ്ക്കാൻ കരാറെടുത്ത കമ്പനിയിലെ മുൻ ജീവനക്കാരനും മലയാളിയുമായ ജെ സേവിയർ, വാനിന്റെ ഡ്രൈവർ ഗോപാൽ പ്രസാദ് എന്നിവർ നേരത്തെ പിടിയിലായിരുന്നു. ഇവരിൽ നിന്നാണ് കവർച്ച ചെയ്ത 5.73 കോടി രൂപ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസമാണ് ATM-ലേക്ക് നിറയ്ക്കാൻ കൊണ്ടുപോവുകയായിരുന്ന 7.11 കോടി രൂപ ബംഗളൂരുവിലെ അശോക് പില്ലറിന് സമീപത്ത് വെച്ച് സംഘം തട്ടിയെടുത്തത്. നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ എന്ന വ്യാജേനെ വാഹനം തടഞ്ഞു നിർത്തി പണവും ജീവനക്കാരെയും കൊണ്ടുപോവുകയായിരുന്നു. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം ജീവനക്കാരെ കാറിൽ നിന്ന് ബലം പ്രയോഗിച്ച് ഇറക്കിവിട്ടു. 200 അംഗങ്ങളടങ്ങിയ സംഘത്തെയാണ് കേസന്വേഷണത്തിനായി സർക്കാർ നിയോഗിച്ചത്. 24 ബംഗളൂരു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.